ശിവാനി. രചന, അവതരണം ഋതു. കൈപിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ശിവാനിയെയും ഉണ്ണിയെയും കണ്ട് നന്ദനയും ടീച്ചറും നിറഞ്ഞൊന്ന് ചിരിച്ചു. അവർ സോഫയിലിരിക്കുകയാണ്. ശിവാനിക്ക് അവരെയൊക്കെ നോക്കാൻ വല്ലാത്ത നാണക്കേട് തോന്നി. എന്തു വിചാരിച്ച് കാണുമോ ആവോ. രണ്ടാളും ഇരിക്ക്, ടീച്ചർ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഉണ്ണി സോഫയിലിരുന്നപ്പോൾ ശിവാനി മാറി നിന്നു. അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ അടുത്തിരുത്തി. നീ കല്യാണത്തിൻ്റെ കാര്യമായിട്ട് പറഞ്ഞതാണോ? ടീച്ചർ സംസാരത്തിന് തുടക്കമിട്ടു. കേട്ടിട്ട് അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇത്ര പെട്ടെന്ന് കല്യാണം എന്ന് പറയുമ്പോൾ. പെട്ടെന്നല്ലല്ലോ, ഇനി ഒരാഴ്ചയില്ലേ. അതിനിടയിൽ ഉണ്ണി ചേർത്ത് വെച്ച കൈകൾ വിടുവിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ രൂക്ഷമായ നോട്ടത്തിൽ അവൾ മിണ്ടാതെ അനങ്ങാതിരുന്നു. ശിവാനിക്ക് എപ്പോഴാണ് എക്സാം തുടങ്ങുന്നത്? ടീച്ചർ അത് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണു മിഴിഞ്ഞു വന്നു. സത്യത്തിൽ അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അവൾ മറന്നുപോയിരുന്നു. അയ്യോ! നിലവിളിച്ചുകൊണ്ട് ശിവാനി വായ പൊത്തി. അടുത്ത തിങ്കളാഴ്ച സെം എക്സാം തുടങ്ങുക, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ഉണ്ണി, എന്തൊക്കെ സംഭവിച്ചാലും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉഴപ്പും നടക്കില്ല. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് മതി. എക്സാം കഴിയുന്നത് എപ്പോഴാ? ശിവാനി ഒന്ന് ആലോചിച്ചു. തിങ്കളാഴ്ച ലാബ് എക്സാം തുടങ്ങും, അത് കഴിഞ്ഞ് വൈവ, അതും കഴിഞ്ഞാണ് സെം എക്സാം തുടങ്ങുന്നത്. എല്ലാം കൂടി എത്ര ദിവസം വേണ്ടിവരും? 1 മാസം. എന്നിട്ട് നീ ഇവിടെ നിന്ന് പഠിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ, ഉണ്ണി കനത്തിൽ ചോദിച്ചു. ശിവാനി ഒന്നും പറയാതെ തലകുനിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, പരീക്ഷ കഴിഞ്ഞിട്ട് കല്യാണം നടത്താം, അടുത്ത മാസം. അത് നടക്കുന്ന കാര്യമല്ല അമ്മ, കല്യാണം അടുത്ത ആഴ്ച തന്നെ നടക്കണം. ഉണ്ണി, നീ പറയുന്നത് മനസ്സിലാക്ക്. കല്യാണം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് പഠിക്കാൻ കഴിയില്ല. അതിന് നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അല്ലല്ലോ ഞാൻ അവളെ കെട്ടുന്നേ, നമ്മൾ മാത്രം മതി. നീ ഒന്നുകൂടെ ആലോചിച്ച്. അമ്മ, ഈ കാര്യത്തിൽ ഒരു ചർച്ച വേണ്ട, ഞാൻ തീരുമാനിച്ചതാണ്, ഉണ്ണി ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. കല്യാണം അടുത്ത ആഴ്ച നടത്താം. പക്ഷേ, ടീച്ചർ ഒന്ന് നിർത്തി നന്ദനയുടെ മുഖത്തേക്ക് നോക്കി. അവർ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അതിലെന്താ ഒരു പക്ഷേ? പരീക്ഷ കഴിയുന്നത് വരെ ശിവാനി നന്ദനയുടെ കൂടെ തന്നെ കിടക്കും, താഴെ. അവൾ മുകളിലേക്ക് വരിക പോലും ചെയ്യില്ല. ഉണ്ണി ടീച്ചറെ ദേഷ്യത്തിൽ നോക്കി. നടക്കുന്ന കാര്യമല്ല. അത് നടക്കും, ഒന്നുകിൽ കല്യാണം പരീക്ഷ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. ഇതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. രണ്ടും പറ്റില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കെട്ടാൻ എൻ്റെ മോൻ വേറെ പെണ്ണിനെ നോക്കിക്കോ, എൻ്റെ മോളെ ഞാൻ തരൂല, ടീച്ചർ വാശിയോടെ പറഞ്ഞു. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? ഇപ്പോൾ പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. അത് എൻ്റെ പൊന്നുമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഇക്കാര്യത്തിൽ ഞാൻ തനി ടീച്ചറാണ്, ആ കോണം എന്നെ കൊണ്ട് കാണിപ്പിക്കരുത്. ഇപ്പം തന്നെ കൊച്ചിൻ്റെ ക്ലാസ് എത്ര പോയെന്ന വിചാരം? കെട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഉണ്ണി ടീച്ചറുടെ മുഖത്ത് നോക്കാതെ മറ്റെങ്ങോ നോക്കി കൈ കെട്ടിയിരുന്നു. അമ്മയുടെ തീരുമാനത്തിൽ മാറ്റമില്ലേ? ഇല്ല, ഞാൻ നിൻ്റെ അമ്മയാ, നിന്നെക്കാളും വാശി എനിക്ക് കൂടും. എന്തേലും ചെയ്യ് എന്ന് പറഞ്ഞ് ഉണ്ണി ദേഷ്യത്തിൽ മുകളിലേക്ക് കയറി. സ്റ്റെയർ കേസ് കയറി ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി. കല്യാണം തിങ്കളാഴ്ച തന്നെ നടക്കും, അതിലൊരു മാറ്റമില്ല. ബാക്കിയൊക്കെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യ്. അതും പറഞ്ഞ് ഉണ്ണി മുറിയിൽ കയറി ഡോർ വലിച്ചടച്ചു. അതിൻ്റെ ശക്തിയിൽ വീട്ടിലുള്ള പല സാധനങ്ങളും വിറച്ചുപോയി. ടീച്ചറും നന്ദനയും പരസ്പരം നോക്കി ചിരിച്ചു. എന്താടി, നിനക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ടീച്ചർ ശിവാനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു. തല താഴ്ത്തിക്കൊണ്ട് ഒന്നുമില്ല എന്നവൾ ചുമൽ കുലുക്കി. ആ,
എന്നാൽ ചെന്ന് പോയി പഠിക്ക്. അത് കേട്ടതും ശിവാനി റൂമിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. അമിത വേഗതയിലായിരുന്നു മനു കാറോടിച്ചത്. പലപ്പോഴും സീത അവനോട് പതുക്കെ പോകാൻ പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മകൻ്റെ മാനസികാവസ്ഥ അവർക്ക് കൃത്യമായി മനസ്സിലായി. മുറ്റത്ത് കാർ നിർത്തി അകത്തേക്ക് അവൻ പായുകയായിരുന്നു. ഹാളിൽ ആദ്യം കണ്ട മനോഹരമായ ആൻറ്റിക് ഫ്ലവർ വേസ് അവൻ എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അത് പല കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. സീത 2 ചെവിക്കും കൈകൊടുത്ത് വാതിലിനടുത്ത് ചാരി നിന്നു. അവർ അപ്പോഴേക്കും കരഞ്ഞിരുന്നു. എന്തൊക്കെ നശിപ്പിച്ചു എന്ന് അവന് തന്നെ ബോധ്യമുണ്ടായിരുന്നില്ല. അവസാനം മനസ്സൊന്നടങ്ങി അവൻ ചിന്നിച്ചിതറിയ നിലത്തേക്ക് കാൽമുട്ടിലിരുന്നു. മനസ്സാകെ തകർന്നു കിടക്കുന്ന തൻ്റെ മകൻ്റെ അടുത്തേക്ക് സീത ഓടിച്ചെന്നു. മോനെ, ഇങ്ങനെയൊന്നും ചെയ്യല്ലടാ. കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അമ്മേ, ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് മറക്കാൻ പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ തടഞ്ഞാലും എനിക്ക് അവളെ വേണം. അവളില്ലാതെ എനിക്ക് പറ്റില്ല അമ്മ. മനു സീതയുടെ നെഞ്ചിൽ മുഖമമർത്തി കരഞ്ഞു. മോനെ, ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ? ഇതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ലല്ലോ. മകൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ഞാനിതുവരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും വേണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അവളെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ നിന്ന് മാറുന്നില്ല. കണ്ണടക്കുമ്പോഴൊക്കെ ആ മുഖം വരുവാ. എനിക്ക് അവളെ വേണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. നമ്മളിനി എന്ത് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവും? ആ കുട്ടിയുടെ കല്യാണമൊക്കെ ആയെന്നല്ലേ പറഞ്ഞത്? മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ആ കുട്ടിയെ മറക്ക്. അമ്മേ, നിലവിളിച്ചു കൊണ്ടവൻ അമ്മയുടെ കഴുത്തിൽ പിടിമുറുക്കി. കണ്ണുകൾ ചുവന്നു വരികയും മുഖമാകെ വിയർക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മൂക്കിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റുവീണു. സീത ശ്വാസം കിട്ടാതെ പിടഞ്ഞു. മനു ഉറക്കെ അലറി. അതോടൊപ്പം സീതയുടെ കഴുത്തിലെ പിടിയും മുറുകി. പെട്ടെന്ന് അവന് തളർച്ച തോന്നി. കഴുത്തിലെ പിടി അയഞ്ഞു. സീത പരവേശത്തോടെ ശ്വാസം വലിച്ച് നിലത്തേക്ക് ഇരുന്നു. കഴുത്ത് ഒടിഞ്ഞു പോകുന്ന വേദന അവർക്ക് അനുഭവപ്പെട്ടു. ഭയത്തോടെ മുന്നിലേക്ക് നോക്കുമ്പോൾ അനക്കമറ്റ് നിലത്തേക്ക് വീണ് കിടക്കുന്ന തൻ്റെ മകനെയാണ് അവർ കണ്ടത്. മോനെ എന്ന് നിലവിളിച്ച് സീത വേദനയ്ക്കിടയിലും മകൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. മടിയിലായി വലിച്ചു കിടത്തി. മൂക്കിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം കണ്ട് അവർ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു വന്ന തൻ്റെ മകൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് സീത തളർന്നു. ശിവാനി സ്നേഹയോട് ചോദിച്ച് വരാത്ത ദിവസങ്ങളിലെ നോട്ട്സുകളെല്ലാം വാട്സപ്പിൽ അയച്ചു തന്നത് നോക്കി എഴുതിയെടുക്കുകയായിരുന്നു. സാധാരണ മുകളിലെ ഹാളിലിരുന്നാണ് അവൾ പഠിക്കാറുള്ളത്. ഇന്നെന്തോ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ ഒരു മടി. പോരാത്തതിന് ടീച്ചറമ്മ നേരത്തെ പറഞ്ഞതും കൂടി ആയപ്പോൾ റൂമിലിരുന്ന് തന്നെ പഠിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. വാതിൽ ചാരിയതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് തൻ്റെ കാലിൽ ആരോ ഇക്കിളിയിട്ടതുപോലെ അവൾക്ക് തോന്നിയത്. ശിവാനി ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കതകടച്ച് കുറ്റിയിട്ടുകൊണ്ട് ഉണ്ണി പുറകിൽ നിൽക്കുന്നു. അവൾക്ക് ചെറുതായി പേടി തോന്നി. നീ ഇവിടെ ഇരുന്നാണോ പഠിക്കാറ്? അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. ശിവ, ചോദിച്ചത് കേട്ടില്ലേ? അല്ല. പിന്നെന്താ? വാ മുകളിലേക്ക്. വേണ്ട, ടീച്ചറമ്മ വഴക്ക് പറയും. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ അങ്ങനെ പലതും പറയും. എല്ലാം അനുസരിക്കണമെന്നും പോണ്ട കേട്ടോ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കാര്യം അത് നടക്കുമെന്ന് മോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. കേട്ടല്ലോ? അങ്ങനെ വേറെ റൂമിൽ കടത്താനല്ല ഞാൻ നിന്നെ കെട്ടുന്നത്. അതും പറഞ്ഞവൻ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകവും പേനയും ഒക്കെ എടുത്ത് അവളുടെ കൈയും പിടിച്ച് റൂമിന് പുറത്തിറങ്ങി. അവരെ കാത്തെന്ന പോലെ ടീച്ചർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. നീ എന്താടാ ഇതിനകത്ത്? അവർ മുന്നോട്ട് വന്ന് ഉണ്ണിയുടെ ചെവി പിടിച്ചു. അമ്മ ഒന്ന് വിട്ടേ. ഞാൻ അതിനകത്ത് എന്താ ചെയ്തതെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണോ? ഉണ്ണിയേട്ടാ,
ശിവാനി അവനെ തറപ്പിച്ച് വിളിച്ചു. ഒന്നുമില്ല ടീച്ചറമ്മേ, ഇവിടെ ഇരുന്ന് പഠിക്കണ്ട, മുകളിലെ ഹാളിൽ പോയി പഠിച്ചാൽ മതിയെന്ന് പറയാൻ വന്നതാ, വേറെ ഒന്നുമില്ല. വേറൊന്നുമില്ലെങ്കിൽ രണ്ടിനും കൊള്ളാം. അവരെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ ടീച്ചർ തിരിച്ചു നടന്നു. ഉണ്ണി ശിവാനിയുടെ കൈ പിടിച്ച് മുകളിലെ ഹാളിൽ കൊണ്ടുചെന്നിരുത്തി. പഠിച്ചോ? ഉണ്ണി അവളുടെ കൂടെ ഇരുന്ന് മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ണിയേട്ട പോയിക്കോ, ഞാൻ പഠിച്ചോളാം. അവൻ്റെ മുന്നിലിരുന്ന് പഠിക്കാൻ അവൾക്ക് നല്ല മടി തോന്നി. അത് വേണ്ട, നീ പഠിക്ക്, ഞാൻ പറഞ്ഞുതരാം. അതും പറഞ്ഞ് മിസ്സായി പോയ പോർഷൻസ് എല്ലാം ശിവാനിക്ക് ഉണ്ണി നന്നായി തന്നെ പറഞ്ഞു കൊടുത്തു. മറ്റൊന്നും ആലോചിക്കാതെ അവൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിച്ച് ശിവാനി ഇരുന്നു. തന്നോട് അവൻ കാണിക്കുന്ന സ്നേഹം, പരിഗണന അവയെല്ലാം അവൾ ആസ്വദിക്കുകയായിരുന്നു. അതുവരെ അറിയാത്ത ഓരോ ഭാവങ്ങൾ നിറഞ്ഞ നോട്ടങ്ങൾ എല്ലാം അവൾക്ക് പുതുമയുള്ളതായിരുന്നു. ശിവാനിക്ക് ആദ്യമായി ഉണ്ണിയോട് സ്നേഹത്തിനപ്പുറം, ബഹുമാനത്തിനപ്പുറം, ഭയത്തിനപ്പുറം പ്രണയം തോന്നി തുടങ്ങി. അത് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. സ്വന്തമാണെന്ന് പറയാൻ ഒരാൾ, നെഞ്ചോട് അടക്കി പിടിക്കാൻ ഒരാൾ. അവളുടെ മനം നിറഞ്ഞു. ശിവാനിയിലെ പ്രണയഭാവത്തെ മുഴുവൻ കൗതുകത്തോടെ ഉണ്ണി നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ ശിവ? ഉണ്ണി എന്തോ പറയുന്നുണ്ടായിരുന്നു. അവനെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന അവൾക്ക് അതൊന്നും ശ്രദ്ധിക്കാനായില്ല. ഞാൻ അത് കേട്ടില്ല. നമുക്ക് നാളെ ഒരുമിച്ച് കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാം. ശിവാനി മറുപടി പറയാതെ പുഞ്ചിരിച്ചു. ഉണ്ണിയേട്ടൻ്റെ സ്വന്തമാവുന്ന നിമിഷത്തെ ഓർത്ത് അവളിൽ തണുപ്പ് പടർന്നു.